ബിഗ് ബോസ് ഹൗസിൽ യുദ്ധങ്ങളൊന്നുമില്ലാതെ കടന്നുപോയ ഒരു ദിവസമായിരുന്നു ഇന്നലത്തേത്. കാരണം ഈദായതുകൊണ്ട് കണ്ടന്റുകൾക്കൊന്നും ആരും മെനക്കെട്ടില്ല. മത്സരാർത്ഥികളുടെ കുടുംബങ്ങളുടെ ആശംസകളൊക്കെയായി ചുരുക്കി പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. അതുപോലെ വൈൽഡ് കാർഡായി എത്തിയ സിബിന്റെ ഇടപെടലുകളും ഇന്നലെ രസകരമായ നിമിഷങ്ങളുണ്ടാക്കി. ശ്രീതു പ്ലേറ്റ് കഴുകുമ്പോൾ സിബിൻ അടുത്തുപോയൊരു കാര്യം പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നോട്ടമൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നുവെന്ന്. ഇത് കേൾക്കുമ്പോൾ ശ്രീതു അയ്യ എന്ന നാണത്തോടെ പറയുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ നീ സ്ഥിരമായി പോയിരിക്കാറുള്ള സ്ഥലവും എന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്ന് സിബിൻ. കിടയവേ കിടയാത് എന്ന് ശ്രീതു. നീ ശ്രദ്ധിച്ചപ്പോൾ അന്തയിടത്തിൽ ഞാനുണ്ട്, അതാണ് പ്രശ്നം എന്നാണ് ശ്രീതു പറയുന്നത്. അന്തയിടത്തിലിരുന്ന് നിന്റെ അന്തമാതിരി ലുക്കും ഞാൻ പാത്തു എന്ന് സിബിൻ. എന്തോന്നൊക്കെയാ അയ്യേ എന്നും ശ്രീതു നാണത്തോടെ പറയുന്നു. സിബിൻ ഉദ്ദേശിച്ചത് അർജുനെയാണെന്ന് ശ്രീതുവിനറിയാം. മറ്റൊന്നൊരു ഭയങ്കര ഗൂഢാലോചനയാണ്. വൈൽഡ് കാർഡായ പൂജയും ശരണ്യയും തമ്മിലാണ് ആ ഗൂഢാലോചന. ഏത് ചോദ്യങ്ങൾക്കും കാര്യങ്ങൾ ഓർത്തെടുത്ത് സ്പോട്ടിൽ മറുപടി നൽകാനുള്ള കഴിവാണ് പൂജയെ വ്യത്യസ്തയാക്കുന്നത്. വളരെ ബ്രില്യൻ്റായ ഒരു മത്സരാർത്ഥിയാണ് പൂജ. ഇവരുടെ പ്ലാനിംഗ് ഗബ്രിക്കെതിരെയാണ്. നേരിട്ട് അവർക്ക് നോമിനേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ ഗബ്രിയെ പുറത്താക്കണം. ഇതാണ് അവരുടെ പ്ലാൻ. പുറത്തു നല്ല ഹേറ്റേഴ്സ് ഉള്ള ഗബ്രി നോമിനേഷനിൽ വന്നാൽ അതിന് സാധ്യത കൂടും. അങ്ങനെ ജാസ്മിൻ ഗബ്രി കോംബോ പൊളിക്കുക എന്നതാണ് പൂജയുടെ പ്ലാനിംഗ്. എന്നാൽ ഇതൊന്നുമല്ല, വളരെ നാടകീയമായ രംഗങ്ങളാണ് രാത്രിയിൽ അരങ്ങേറിയത്. കുറച്ചുപേരെങ്കിലും രാത്രി ഉറക്കമളിച്ചിരുന്ന് ബിഗ് ബോസ് ലൈവ് കാണുന്നുണ്ട്. അത് കൂടുതലും ഈ ഗബ്രി രാത്രികൾ കാണാനാണ്. വളരെ നെഗറ്റീവാണ് പുറത്തെന്ന് സീക്രട്ട് ഏജന്റ് സായിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലുള്ള ഇഷ്ടം ഗബ്രിയോട് തുറന്നു പറയുകയാണ് ജാസ്മിൻ ഇന്നലെ രാത്രി. തിരിച്ച് ഗബ്രിയും പറയുന്നു, നിനക്ക് ഹഗ് അതായത് കെട്ടിപ്പിടി വേണമോ എന്നും ഭയം തോന്നുന്നുണ്ടോ എന്നും ഗബ്രി ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ ഗബ്രിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു, ഐ ലവ് യു സോ മച്ച് എന്ന്. മറുപടിയായി ഗബ്രി പറയുന്നുണ്ട്, ഐ ലവ് യു ടു എന്ന്. പക്ഷെ ഇവർ നാളെ രാവിലെ എഴുന്നേറ്റ് പറയും ഇത് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞതാണെന്ന് കരുതിയാൽ മതിയെന്ന്. പക്ഷേ ലൈവ് കണ്ടവർക്ക് കാര്യം മനസ്സിലാകും. ഗബ്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലും ജാസ്മിൻ സഹിക്കാൻ പറ്റുന്നില്ല. ഗബ്രി പോകരുതേ എന്ന് പറഞ്ഞ് ഗബ്രിയുടെ കയ്യിലെ പിടി വിടാതെയാണ് ജാസ്മിൻ കിടന്നുറങ്ങുന്നത്. പവർ റൂം മെമ്പറായിട്ടും ലക്ഷറി റൂമൊക്കെ ഉണ്ടായിരുന്നിട്ടും രാത്രി മുഴുവൻ ജാസ്മിൻ കാവലിരിക്കുകയാണ് പാവം ഗബ്രി. ഒരു കാര്യം വ്യക്തമാണ്, ഈ ചെയ്ത്തുകളിൽ ഇവരിൽ ഒരാളുടേത് ഗെയിം പ്ലാൻ ആണെങ്കിൽ മറ്റേയാൾ തകർന്നു തരിപ്പണമാകും, അതുറപ്പ്. സംശയം വേണ്ട, ഇത് ബിഗ് ബോസ് ഹൗസിനകത്തായാലും പുറത്തിറങ്ങിയുള്ള ഇവരുടെ ജീവിതമായാലും.